നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവ ചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കും. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എഡ്യൂക്കേഷൻ എന്നുള്ള ഈ പദത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ ഒരു ആധ്യാത്മിക സാധന റെഗുലറായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ സിസ്റ്റം വളരെ ലളിതമാണ്. എങ്ങനെ ജോയിൻ ചെയ്യണം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം ഒരു എഡ്യൂക്കേഷൻ ആണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ കൈവരിക്കേണ്ടത് മനസ്സിന്റെ ഉയർച്ചയാണ്. മനസ്സ് യഥാർത്ഥത്തിലൊരു ഊർജമാണ്, എനർജി. മനസ്സ് ഉപയോഗിക്കുന്ന ആ എൻറ്റിറ്റിയെ നമ്മൾ അഹങ്കാരം, അഹംബോധം എന്നെല്ലാം പറയും. ഈഗോ, അവിടെ ഒരു എൻറ്റിറ്റി ഉണ്ട്. ഞാൻ എന്ന് പറയാതെ ഒരു പ്രവൃത്തിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പറയുന്നു എന്ന് പറയുമ്പോൾ ആര് പറയുന്നു, ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആര് ചെയ്യുന്നു. അപ്പൊ ആദ്യം ഞാൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമേ മറ്റുള്ളതിന് എന്തെങ്കിലും ഒരു എവിഡൻസ് ഉള്ളൂ, മറ്റുള്ളതിന് പവർ ഉള്ളൂ. അപ്പൊ ഞാനാണ് മാജിക് വേർഡ് എന്ന് ദ ബുക്ക് ഓഫ് മിർദാദിൽ പരാമർശിക്കുന്നു. ദ ബുക്ക് ഓഫ് മിർദാദ്. ഓഷോ രജനീഷ് പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു പുസ്തകമേ ലോകത്തിൽ എഴുതപ്പെട്ടുള്ളൂ, അതാണ് ബുക്ക് ഓഫ് മിർദാദ്. എല്ലാവരും വായിച്ചാൽ നല്ലതാണ്. അപ്പൊ ഈ തരത്തില് നമ്മുടെ ഈ എൻറ്റിറ്റി അഹംബോധം ഒരു സ്പെക്ട്രത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. കൂടുതൽ കൂടുതൽ ഉയർന്ന
മേഖലകളിലേക്ക്, ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതുവരെ അറിഞ്ഞ കാര്യങ്ങളല്ല. പുതിയ പുതിയ ദർശനങ്ങളിലേക്ക്, പുതിയ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് പാസ്റ്റിൽ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എഡ്യൂക്കേഷൻ എന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ ഈ തരത്തിൽ ഉയരുന്നുണ്ടോ, നമുക്ക് കൂടുതൽ വിശാലമായിട്ടുള്ള വീക്ഷണം വരുന്നുണ്ടോ, ദർശനം വരുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്ത് നോക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിൽ വയലൻസ് ഉണ്ടാവില്ല. മഹാത്മാഗാന്ധിജി അഹിംസ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു പര്യായവാചമായിട്ടാണ്. നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് വേദനിപ്പിക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരും. വേദവ്യാസൻ പുരാണങ്ങളെല്ലാം, വേദങ്ങളും ഉപനിഷത്തും പുരാണങ്ങളെല്ലാം എഴുതിയതിനു ശേഷം വളരെ സരളമായിട്ട്, ലളിതമായിട്ട് എന്താണ് പാപം, എന്താണ് പുണ്യം എന്ന് പറഞ്ഞു. അഷ്ടാദശേഷു പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാരഃ പുണ്യായ പാവായ പരപീഡനം. മറ്റുള്ളവരെ പീഡിപ്പിക്കുക എന്നുള്ളതാണ് പാപം, സഹായിക്കുക, പരോപകാരം എന്നുള്ളത് പുണ്യം. മറ്റുള്ളവർ എന്നുള്ള ചിന്ത തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉറവിടം. രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്, there are no others. അപ്പൊ ആ ഒരു ചിന്തയിൽ നിന്നാണ് സെപ്പറേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ളവർ എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ സെപ്പറേറ്റ് ആണെന്നുള്ള ചിന്ത, അത് എന്റെ മിസറി എനിക്ക് കാരണമാകുന്നു. ഈ മിസറി ഞാൻ ലോകത്തിലേക്കും നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ജനിക്കുന്നോട്ടും നമ്മൾ മരണം വരെ നമ്മൾ വേദന കൈമാറിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ മിസറി കൊടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം ഞാൻ എപ്പോഴും ക്രിയേഷനിലേക്കാണ് നോക്കുന്നത്. ഞാൻ തന്നെ മിസറബിൾ ആണ്, മറ്റുള്ളവർക്ക് മിസറി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിലുള്ള നിധിയായിട്ടുള്ള ആനന്ദം നമുക്ക് കൈമാറാൻ സാധിക്കില്ല. ആനന്ദം എപ്പോഴാണ് വരുന്നത്? നമ്മൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ സ്രോതസ് മനസ്സിലാക്കുമ്പോൾ, അങ്ങോട്ട് തിരിയുമ്പോൾ നമ്മളുള്ള ആനന്ദം വരും. കൂടുതൽ ഉയരാൻ സാധിക്കും എന്നുള്ള ഒരു ധൈര്യവും വിശ്വാസവും വരും. അതോടുകൂടി നമ്മുടെ ലൈഫിൽ മിസറി എന്നുള്ള കാര്യമില്ല. കാരണം നമ്മൾ ആ ഡിവൈൻ വേൾഡിന്റെ അതിൽ താമസിക്കുന്നവരാണ്. നമ്മൾ ഡിവൈൻ ബീയിങ്സ് ആണ്. ഡിവൈൻ ബീയിങ്സ് വിത്ത് എ ഹ്യൂമൻ ഗാർ എന്നാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. നമ്മൾ ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഈശ്വരൻ ശരീരമെടുത്തു വന്നിരിക്കുന്നു. ഇതാണ് ശരിക്കും നമ്മുടെ സ്വഭാവം. അപ്പൊ നമ്മുടെക്ക് ഇനി സമ്പത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പൂർണ്ണന്മാരാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ വരണം. ഇത് വെറുതെ ചിന്തിച്ചുണ്ടാക്കേണ്ടല്ല, അത് നമുക്ക് ഉള്ളിൽ വരേണ്ടതാണ്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് തിരിയണം. ലക്ഷ്യമായിരിക്കണം നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്. നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത് നമ്മുടെ ഇതുവരെയുള്ള പാസ്റ്റോ പ്രജുഡിസസോ ഒന്നുമല്ല, മുൻവിധികളോ ഒന്നുമല്ല. നമ്മൾ ഗൈഡ് ചെയ്യേണ്ടത് നമ്മുടെ ഉയർന്ന ആ ലക്ഷ്യം, നമ്മുടെ മനസ്സിന്റെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള ആ സോഴ്സാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ സ്രോതസ്സിലേക്ക് നീങ്ങുന്ന വഴി നമ്മൾ അറിയാം. അപ്പൊ അതാണ് നമുക്കൊരു ഗൈഡിനെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. നമ്മളിപ്പോ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ഗൈഡിനെ നമ്മൾ കയ്യിൽ കൂടെ കൊണ്ടുപോകും. അപ്പൊ ഗൈഡ് യാത്ര അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമുണ്ടോ, ചിലപ്പോൾ വഴിയിൽ തന്നെ വഴി തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോബ്ലം ഉണ്ട്. നമുക്കൊരു മാപ്പ് നൽകിയിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നിട്ട് പോകാൻ പറഞ്ഞാൽ അവിടെയും തെറ്റും, ഗൂഗിൾ മാപ്പ് വല്ലപ്പോൾ തെറ്റി. അപ്പൊ ഗൈഡ് നമ്മുടെ കൂടെ തന്നെ വേണം. അപ്പൊ ഗൈഡ് സഞ്ചരിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം നമ്മളോട് പറയാണ്, ഞാൻ എൻ്റെ കൂടെ വരൂ, കൈ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മുടെ ഉള്ളൊരു വിനയവും സമർപ്പണ ബോധം എന്നൊക്കെ പറയും. അദ്ദേഹത്തിന്റെ ഗൈഡൻസ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു നമ്മുടെ ഉള്ളിൽ മനോഭാവം വേണം. എങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള ഒരു യാത്ര സാധ്യമാവൂ. അപ്പോൾ നമ്മൾ ധ്യാനം എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ തിങ്കിങ് കണ്ടിന്യൂസ്ലി അബൌട്ട് സംതിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? നമ്മളുടെ ഇതുവരെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുക. അതൊരിക്കലും നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല. നമ്മൾ തിരിഞ്ഞ് താഴേക്ക് നോക്കുക, നമ്മൾ അതിൽ വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുക. എന്താണോ ആരൊക്കെ പറഞ്ഞതെന്ന് അത് നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ എവിഡൻസ് അതിനെ പറയുന്നു, നമ്മൾ അതിനെ ആശ്രയിക്കുന്നു. അങ്ങനെ തർക്കങ്ങളും ഇതാണോ ശരി അതാണോ ശരി, കുറെ തിയറീസ് ഉണ്ടാകും. നേരെ മറിച്ച് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങാണ്. എല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്കാണ്, ഒരു വ്യത്യാസമില്ല. ആ പ്യൂരിറ്റിയിലേക്ക് നീങ്ങാണ്. മിസറീസ് ഇല്ലാത്ത അഹിംസാ ബോധമുള്ള പരോപകാര നമ്മളെ നേച്ചറായിട്ട് മാറിയിട്ടുള്ള, നിസ്വാർത്ഥ നമ്മൾ നേച്ചറായിട്ട് മാറിയിട്ടുള്ള
ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ കണ്ടിന്യൂസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്വഭാവമായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിസ്വാർത്ഥത, അഹിംസ, സത്യസന്ധത, കമ്പാഷൻ, ഇതൊക്കെ നമ്മുടെ സ്വഭാവമാണെങ്കിൽ നമുക്ക് ഈ യാത്ര വളരെ എളുപ്പമാണ്. ഇതാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ട ക്വാളിറ്റീസ്. വിനയം. അപ്പൊ അങ്ങനെ നമ്മൾ തുടരണം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ആക്സെപ്റ്റൻസ് വേണം. അപ്പൊ ആക്സെപ്റ്റൻസിന്റെ ആ ഒരു സ്റ്റേറ്റിനാണ് പ്രയർ എന്ന് പറയുന്നത്, പ്രാർത്ഥനാഭാവം എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ എത്തിച്ചേരാനുള്ള കഴിവുകൾ നൽകിയതും ആ സോഴ്സ് നിന്ന് വന്നിട്ടുള്ള അറിവുകളാണ്. അത് നമ്മൾ ഉപയോഗിച്ച് ഇവിടം വരെ എത്തിയിരിക്കുന്നു. ഇനി മുന്നോട്ടുള്ള യാത്രയിലും ആ സോഴ്സിന്റെ ഗൈഡൻസ് ഉപയോഗിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതാണ് പ്രാർത്ഥനാഭാവം. എപ്പോഴും അവിടേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥന വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷകളില്ലാതെ നമ്മൾ വളരെ പീസ്ഫുൾ ആയിട്ട്. എന്നാലും ഉള്ളിൽ ആ ഒരു ക്രേവിംഗ് ഉണ്ട്, എനിക്ക് കൂടുതൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം എന്നൊരു ക്രേവിംഗ്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമായിട്ട് തോന്നാം, പക്ഷെ ഇത് രണ്ടും ഒന്നിച്ചു തന്നെ പോകും. നമുക്ക് സമാധാനമുണ്ട്, കാരണം നമ്മൾ യാത്രയിൽ കറക്റ്റ് റൂട്ടിലാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു ക്രേവിങ്ങും റെസ്റ്റ്ലെസ്നെസ്സും ഉണ്ട്, എനിക്കത് ആവണം. അപ്പൊ നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ആക്ഷൻ, കണ്ടിന്യൂസ് ആയിട്ട് ആക്ടിവിറ്റി, പെർഫെക്ഷനിലേക്ക് നയിക്കാനുള്ള ആക്ടിവിറ്റി, അത് ചിന്തയായാലും വാക്കായാലും പ്രവർത്തിയായാലും. എൻ്റെ വാക്കുകൾ പെർഫെക്റ്റ് ആണോ, എൻ്റെ പ്രവൃത്തികൾ പെർഫെക്റ്റ് ആണോ, ഇത് നമ്മൾ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പരീക്ഷ. അതാണ് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പ്രാർത്ഥനാഭാവത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ പെരുമാറ്റം, ക്യാരക്ടർ, ട്രൂത്ത്ഫുള്ളും, സിൻസിയറിറ്റി, ഓണസ്റ്റി, കമ്പാഷൻ, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥനാഭാവം ഉണ്ടാവും. ഒരു സത്യസന്ധത ഇല്ലാതെ, ഒരു ഓണസ്റ്റി ഇല്ലാതെ, സ്നേഹമില്ലാതെ, എല്ലാവരെയും ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു അർത്ഥമില്ല. ആൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെ ബെഗ്ഗിങ് എന്നാണ് ബാബുജി മഹാരാജ്, യാചിക്കുക. ശരിക്കുള്ള പ്രാർത്ഥനാഭാവമുള്ള ഒരാള് സത്യസന്ധമായിരുന്നു. ശരിക്കും ധ്യാനം എന്ന് പറയുന്നത് ആ ഹയർ വിസ്ഡം, നമുക്ക് വരുന്ന ആ ഗൈഡൻസ് എന്ന് പറയുന്ന ഹയർ വിസ്ഡത്തിന്റെ ആ വെഹിക്കിളിൽ മുന്നോട്ട് പോവുക. ധ്യാനം, അതാണ് ദാജി പറയുന്നത്, ധ്യാനമാണ്, ഒരു വെഹിക്കിളാണ്. അപ്പൊ നമ്മളെ നയിക്കുന്നത് ആ പവർ. അപ്പൊ പ്രാർത്ഥന ഇല്ലാത്ത ഒരു ധ്യാനം, പ്രാർത്ഥനാഭാവം ഇല്ലാത്തൊരു ധ്യാനം ഇൻകംപ്ലീറ്റ് ആവും. അപ്പൊ ഈ ഒരു എലിമെന്റ് ഹാർട്ട്ഫുൾനെസ് രാജമാർഗ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേർക്കാനുള്ള കാരണം അതാണ്. നമ്മൾ ധാരണ കഴിഞ്ഞ് ധ്യാനത്തിലേക്ക് എത്തിക്കുക. അപ്പൊ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് പ്രയർഫുൾ സ്റ്റേറ്റ്, നമ്മൾ പ്രാർത്ഥന ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ആ പ്രാർത്ഥനാ ഭാവം നമ്മുടെ ഉള്ളിൽ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ സമാധി എന്ന് കണക്കാക്കുന്നത് ടെമ്പററി ആയിട്ടുള്ള ഒരു സമാധാനം മാത്രമായിരിക്കും. പലരും സമാധി അനുഭവിച്ച് അപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്കറിയാം. തിരിഞ്ഞു നോക്കി, നമ്മൾ അങ്ങനെയുള്ള ലിജൻസ് തിരിഞ്ഞു നോക്കി, അങ്ങനെ പിന്നെ മുന്നോട്ട് വന്നില്ല, നമ്മൾ ബാക്കിലേക്ക് തിരിഞ്ഞു, പിന്നെ അത് രണ്ടാമത് സൃഷ്ടിക്കാൻ സാധിക്കാതെ പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഗൈഡൻസ് ഇല്ലെങ്കിലുള്ള പ്രോബ്ലംസ് ഇതാണ്. അപ്പോൾ പ്രാർത്ഥന ധ്യാനത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയുക. അപ്പൊ നമ്മൾ ധ്യാനത്തിനെ പറ്റി ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരണ കഴിഞ്ഞ് ധ്യാനത്തിലേക്ക് എത്തിക്കണം. കൂടുതൽ ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത സെഷനുകൾ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.